ദൈനംദിന സംഘടനാ പ്രവർത്തനമായി ബോംബ് നിർമ്മാണം മാറിയെന്ന് പരിഹസിച്ച് കെ രമ. സിപിഐഎം നേതൃത്വം തന്നെ മുൻകൈയെടുത്ത് ഇത് അവസാനിപ്പിക്കണമെന്നും കെ രമ ആവശ്യപ്പെട്ടു. ആ പാർട്ടി ഒരു ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ ബോംബ് നിർമ്മാണം നടക്കുകയാണോ എന്ന് പോലും സംശയിക്കുകയാണ്. ഇത് പോലീസ് മാത്രം വിചാരിച്ചതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല സാർ. ആ പാർട്ടിയുടെ ആളുകൾ, സിപിഎമ്മിന്റെ നേതൃത്വം തന്നെ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരും. ഇത്തരം നിർമ്മാണത്തെ നിർത്തിവെക്കാൻ, അല്ലെങ്കിൽ ബോംബ് നിർമ്മാണമല്ല, അക്രമ രാഷ്ട്രീയമല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ കഴിയണം. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ കഴിയൂ. ബോംബ് നിർമ്മിക്കുന്നത് പോലീസും വളരെ നടപടിയെടുക്കുന്നതിൽ പോലീസും നിഷ്ക്രിയമാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എത്ര വീടുകളാണ് സാർ ബോംബ് നിർമ്മാണത്തിന്റെ ഭാഗമായി ആക്രമിക്കപ്പെട്ടത്? ആർമിയുടെ ഒരു പ്രവർത്തകന്റെ വീട് കക്കട്ടിൽ ഒരു എന്താ പറയുക, ഒരു ചെറിയ തലനാരിഴയ്ക്കാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അവിടുന്ന് രക്ഷപ്പെട്ടത്. അതിനടുത്ത് അയഞ്ചേരിയിൽ നടന്ന ബോംബ് എയറിൽ ഒരു ചെറിയ കുട്ടി, കിടന്നിറങ്ങുന്ന ഒരു കുട്ടി വളരെ തലനാരിഴയ്ക്കാണ് അവിടെ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഇത്തരത്തിൽ നിർമ്മാണങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ നടപടിയെടുക്കണം. ഇതിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ല. പാർട്ടിയും അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ വീണ്ടും ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ ജാഗ്രതയോടുകൂടി ശക്തമായ നടപടിയെടുക്കാൻ പാർട്ടി തയ്യാറാകണം.